ഹായ് ഹലോ ഗൈസ്. അതെ, പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്ന് പറയലല്ലേ, ആ ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കൂ, ഇതിന് മാത്രം വലിയ നൊസ്റ്റാൾജിയ എന്തേത്താണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഇതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അത് പുഴുങ്ങിയിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് എന്താ സുഗീനോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കാറ്. ഇതെന്താ എനിക്കിത്ര നൊസ്റ്റാൾജിയ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഉമ്മയുടെ ഉമ്മ, വല്യമ്മ ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ ലീവ് കിട്ടുന്ന ദിവസമൊക്കെ അങ്ങോട്ടായിരുന്നു പോലെ. അന്നൊന്നും ഇപ്പം എന്നെ ഇഷ്ടമല്ലാത്ത മാമന് അന്നൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ദിവസം ലീവ്, എനിക്ക് എത്രയോ പ്രാവശ്യം ഓർമ്മയുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഒരിക്കൽ രാത്രി വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയി. എന്തിനെന്നറിയോ? എനിക്ക് വെള്ളിയുടെ പാദസരം തരാൻ വേണ്ടിയിട്ട് എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പോയി എനിക്കൊരു വെള്ളിയുടെ പാദസരമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് മാമന്മാരൊക്കെ തരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഉമ്മയുടെ ഉമ്മ അവിടെ പോകുന്ന, നമ്മൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു സാധനമായിരുന്നു. അന്നത് ഭയങ്കര ടേസ്റ്റും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽത്തി ഫുഡാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സംഭവം. അപ്പം എന്നിട്ട് നല്ലോണം തേങ്ങയിടും, നല്ലോണം പഞ്ചസാര ഇട്ട് തരും. കാരണം മധുരം കൊണ്ട് നമ്മൾ കഴിക്കുക, ചില സമയത്ത് പഞ്ചസാരയാണ് ഇട്ട് തരിക, ചില സമയത്ത് ശർക്കര പൊടിച്ച് ചിരവിയിട്ട് അങ്ങനെ ചെറുതാക്കി ചുരണ്ടിയിട്ടിട്ട് അതും തരും. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയാണ്. അന്നത്തെ ടേസ്റ്റ് ഇന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ. നമുക്ക് ഏതൊരു സാധനത്തിനും നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ടേസ്റ്റ് ഇപ്പം നമ്മുടെ ഫുഡിനുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും മൂട്ടി പറയാം ഇല്ലാന്ന്. ഞാനൊക്കെ ആണെങ്കിൽ ചെറുപയർ തിന്ന് മടുത്ത് എന്ന് പറഞ്ഞതിൻ്റെ അതിലെയാണ് ഉമ്മയുടെ അങ്ങേക്ക് പോവുക. ഏത് അന്നൊക്കെ സ്കൂളിൽ ചോറിൽ ചെറുപയറിട്ടുങ്ങാൻ ആണ് അന്ന് സ്കൂളിൽ വിതരണം ചെയ്യുക. അപ്പം ഈ ചെറുപയർ ഒരു സ്മെല്ലാണ് ചോറിന്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു കാലാട്ടോ. റേഷനരിയാണ്, അതിൻ്റെ സ്മെല്ലാണോന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് ഇത് മടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ അവിടെ പോകുമ്പോൾ ചെറുപയർ. അപ്പം ആ മടുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിൻ്റെ ഒരു പൊടിക്കൈ എന്ന് തന്നെ പറയായിരുന്നു. ഒരുപാട് മധുരം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് നമുക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ തരുന്നത് കുറച്ചൊന്നും അല്ല കേട്ടോ തരിക. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഞാൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. അന്ന് കുറേ തരും. എന്നിട്ട് അതൊക്കെ തിന്നിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുക ചെയ്യുക. പക്ഷെ മുഴുവൻ കഴിച്ചേക്കണ്ടീനോ. അതായിരുന്നു നമുക്കുള്ള ടാസ്ക്. ആ ഒരു കാലം ഓർക്കുമ്പം വിചാരിക്കാം, എന്തിനാണ് വലുതായത്? അന്നത്തെ ആ ഒരു കാലം തന്നെ മതിയായിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇന്നാരുമില്ല. ഇന്ന് ഈ ചെറുപയറും ഞാനും മാത്രം. അന്നങ്ങനെയല്ല. മാമനുണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു, മാമി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും ഒരു നൊസ്റ്റാൾജിയ നിങ്ങളടുത്തേക്കും കൂടി പങ്കുവെക്കാമെന്ന് കരുതി. അപ്പം ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സ്ലീം.